ശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാതാരവിന്ദം നമസ്കരിച്ചും ആചാര്യന്മാരെയും ഭക്തജനങ്ങളെയും എൻ്റെ നമസ്കാരം അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ തന്നെ ശ്രീ കുമാര ഗുരുദേവനെയും ശ്രീ നാരായണ ഗുരുദേവനെയും അഷ്ടാംഗം പ്രണമിച്ചുകൊള്ളുന്നു. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, ഭഗവാന്റെ തിരുശരീരത്തെ വർണ്ണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അടിയിലായിട്ടൊരു കമൻറ്റ് വന്നു. ഒന്നിതാണ്, ഇത് വെറും ഒരു മനുഷ്യനാണെന്നും സാമിയാകും ദൈവമല്ല. വേറൊരു വീഡിയോയുടെ അടിയിൽ ശ്രീ കുമാര ഗുരുദേവൻ്റെ സന്നിധിയിലെത്തിയാൽ ഈശ്വരനെ കാണിച്ചു തരാമെന്നും അപ്പോൾ ഇത് സാമിയാണെന്ന് മനസ്സിലാകും എന്നുമാണ്. ഈ സാഹചര്യത്തിൽ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ഉത്ബോധിപ്പിച്ച ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സ്വർഗം തന്നിൽ തന്നെ, ദൈവം തന്നിൽ തന്നെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ. ദൈവമിരിക്കുന്നൊരിടമറിയുന്ന ആത്മാവതൊന്നിനു മാത്രം, ദൈവമവതരിപ്പതുമറിയുന്ന ആത്മാവതൊന്നിനു മാത്രം. സ്വർഗം തന്നിൽ തന്നെ, ദൈവം തന്നിൽ തന്നെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ, തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ. ദൈവം നമ്മളുടെ തന്നെ ഉള്ളിൽ ജ്ഞാനസ്വരൂപനായി, ഉൾക്കുരുന്നിൽ ജ്ഞാനസ്വരൂപനായി വാഴുന്നു ആ സ്വയം പ്രകാശം എന്നാണ് ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. കലിയുഗ അന്ത്യത്തിൽ അറിവുകേടാകുന്ന കലി ബാധിച്ച് ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ജ്ഞാന ഉദയം ഉണ്ടാവാനുള്ള വഴികൾ നൽകുവാനാണ് ആ തിരുവവതാരം, തിരുശരീരം എടുത്ത് അന്ത്യയുഗമായ കലിയുഗത്തിൽ അവതരിച്ചിരിക്കുന്നത്. തൻ്റെ സൃഷ്ടികളെ വഴി നടത്തുവാനാണ് ഈശ്വരൻ ഗുരുവായും മനുഷ്യനായും നമ്മുടെ ഇടയിൽ അവതരിക്കുന്നത്. ചിലർ പറയാറുണ്ട് മനുഷ്യ ദൈവങ്ങൾ എന്ന്. എനിക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടേ ഇല്ല. നമ്മൾ ദൈവമായി കരുതി ആരാധിക്കുന്ന എല്ലാവരും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജന്മമെടുത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ്. പക്ഷേ എങ്ങനെ അവരിൽ ഈശ്വരാംശം കൂടുതലുണ്ടായി. അതിൻ്റെ വഴികളാണ് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ തൻ്റെ വചനങ്ങളിലൂടെ തെളിയിച്ചു. ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ശ്രീ നബിയും ശ്രീ യേശുവും നമ്മളെ വഴി നടത്തുവാനായി ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കണം. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വചനങ്ങളായി. അവതാരങ്ങളെല്ലാം എപ്പോഴും യൂണിവേഴ്സലാണ്. ജാതി മതഭേദമന്യേ അത് യൂണിവേഴ്സലാണ്. അതിനകത്തൊരു ഉദാഹരണം പറയാം. ക്രിസ്തു ഭഗവാന്റെ ക്രൂശിലേറിയ ദിവസം ലോകമെമ്പാടും മൗനം പാലിക്കാറുണ്ട്, അല്ലേ? കൃഷ്ണ ഭഗവാന്റെ ജന്മ അഷ്ടമി എത്രയോ സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്നു. ആത്മബോധം ഉദിക്കുന്നതെല്ലാം തന്നെ മതങ്ങളാണെന്ന് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ആത്മബോധം ഉദിക്കാത്തത് മതമല്ലെന്നും ആത്മാവിനുള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ള ബോധം ജനിപ്പിക്കുന്ന ഏതൊരു വാചകവും വാക്യവും എല്ലാം ആത്മബോധമാണ്. അത് മതത്തിന് അതീതമാണ്. കാലാകാലങ്ങളിൽ അവതാരങ്ങളുടെ അറിവുകൾ ലോകമെമ്പാടും പരന്നിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നു. ഇന്നും മനുഷ്യനത് ഉൾക്കൊള്ളുന്നു. ജാതി മതഭേദമന്യേ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ബുദ്ധ ഭഗവാന്റെ 8 ഫോൾഡ് പാത്തിൽ ഹിംസ അരുതേ ഇങ്ങനെ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാചകം ശ്രീബുദ്ധൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു? അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു? ജാതി മത പിശാചൻ ബാധ കൊടുമ്പിരിക്കൊണ്ട സമയത്താണ് കലിയുഗ അന്ത്യത്തിൽ അനേകം
ആചാര്യ ശ്രേഷ്ഠന്മാർ നമ്മുടെ ഭൂതലത്തിൽ വന്ന് ജന്മമെടുത്തത്. അങ്ങനെ ജന്മമെടുക്കുമെന്നും ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ആചാര്യ ശ്രേഷ്ഠന്മാരിൽ ഉൾപ്പെടുന്നവരാണ് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ, ശ്രീനാരായണ ഗുരുദേവ തിരുവടികൾ, ശ്രീ കുമാര ഗുരുദേവ തിരുവടികൾ, അതേപോലെ തന്നെ ശ്രീ ചട്ടമ്പി സ്വാമികൾ, ശ്രീ അയ്യങ്കാളി, അങ്ങനെ അങ്ങനെ അനേകർ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരുണ്ട്. അതായത് ശബരിമല ശാസ്താവ് തൊട്ട് പലർ കലിയുഗ അന്ത്യത്തിൽ മോക്ഷത്തിനു വേണ്ടി ശുദ്ധീകരണ പ്രക്രിയയിൽ നിലകൊള്ളും. ശ്രീ ശുഭാനന്ദ ഗുരുദേവനെയും ശ്രീ കുമാര ഗുരുദേവനെയും പറ്റി സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഭൗതികമായി പറഞ്ഞാൽ അവർ ബന്ധുക്കളാണ്. കവിയൂർ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ കടന്നു വരുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന മംഗലത്ത് വടക്കേതിൽ കുടുംബം, അതായത് എൻ്റെ അപ്പൂപ്പനാണ് ഭഗവാനെ ഈ നാട്ടിൽ സ്വീകരിച്ച ഏക വ്യക്തി. അന്ന് ഭഗവാൻ കാഞ്ഞിരക്കുന്നിൽ വരുമ്പോൾ ശ്രീ കുമാര ഗുരുദേവൻ മരണശയ്യയിൽ കിടക്കുകയായിരുന്നു. അന്ന് എൻ്റെ അപ്പൂപ്പൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെ കൂടെ പൊയ്യയിൽ അപ്പച്ചനെ കാണാൻ പോവുകയും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡയറി വിവരണം എൻ്റെ അമ്മ എഴുതി വെച്ചത് ഞാനിവിടെ വായിച്ചു കൊള്ളട്ടെ. ഞാൻ കാണാൻ വന്നതാണെങ്കിൽ തമ്മിൽ കണ്ട് സംസാരിച്ചേ പോവുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്രകാരം തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. എൻ്റെയും എൻ്റെ സമുദായത്തെയും മറക്കരുത് എന്ന് പൊയ്യയിൽ അപ്പച്ചൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റിരിക്കുന്നു 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 എന്ന് 3 പ്രാവശ്യം ഭഗവാൻ സമ്മതിച്ചു. അതിനുശേഷം പിറ്റേന്ന് കാലത്ത് കാഞ്ഞിരക്കുന്നിലേക്ക് മടങ്ങുകയും ചെയ്തു. അന്ന് ഉച്ച തിരിഞ്ഞ് ഭഗവാൻ 3 ഞെട്ടി ആള് പോയല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചങ്ങനാശ്ശേരി വഴി പോകും എന്ന് പറഞ്ഞു. തിരുത്തൊരു സ്വാമി മുറ്റത്തിറങ്ങി ഭഗവാനെ നമ്മുടെ യാത്രയിൽ ഒന്നും ലഭിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലടാ ഒന്നുണ്ട് എന്ന് മാത്രം മറുപടി പറഞ്ഞു. ഭഗവാൻ അറിയാതെ യാതൊരു കാര്യവും ചെയ്തു പോകരുതെന്ന് ഭഗവാൻ അപ്പച്ചനോട് ഉപദേശിച്ചു. അതായത് ഈ ഒന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അടിയങ്ങളുടെ കുടുംബമാണ്. അതാണ് ഒരു സന്ദർഭം. അതിന് ഇവിടെ വന്ന് 4 ദിവസം ശ്രീ കുമാര ഗുരുദേവൻ സമാധിയാവുകയാണ്. ശ്രീ കുമാര ഗുരുദേവനെയും ശ്രീ ശുഭാനന്ദ ഗുരുദേവനെയും പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, അദ്ദേഹം ഈ കമൻറ്റിൽ സൂചിപ്പിച്ചു, ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെ ഗുരുവാണ് ശ്രീ കുമാര ഗുരുദേവൻ. അതിനെന്താ? അതായത് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ 12 വയസ്സ് മുതൽ താൻ തപസ് ചെയ്യാൻ പോകുന്ന വയസ്സ് വരെയും ഉള്ള കാര്യങ്ങൾ അറിയില്ല. പല സ്ഥലങ്ങളിലും പോവുകയും ഈശ്വരനെ തേടിയുള്ളൊരു അന്വേഷണവുമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലയിടത്തും ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ഈശ്വരനെ അന്വേഷിച്ചിട്ടുണ്ട്. അതിലൊരു കഥ എങ്ങനെയാണ്? ശ്രീ പൊയ്യയിൽ അപ്പച്ചൻ ആത്മീയ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടുമായി ചോദിച്ചു, ഈശ്വരനെ കണ്ടവരാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൈ ഉയർത്തിയത് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ മാത്രമാണ്. അന്ന് പൊയ്യയിൽ അപ്പച്ചൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവനോട് ഒരു കാര്യം പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളുക, ഇനി ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ നിന്നാണ് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ തപസ്സിന് പോകുന്നത്. സന്യാസ പട്ടാളം ജ്ഞാനഖൽഖമേന്തി ഗംഭീരനായി വന്നു നിൽക്കുന്നുണ്ടേ. ആ കീർത്തനം ദീർഘസ്വാമികളും ശ്രീ ശുഭാനന്ദ ഗുരുദേവനും ശ്രീ കുമാര ഗുരുദേവനും തോളത്ത് കൈയിട്ടുകൊണ്ട് കല്ലുമേൽ ആശ്രമത്തിൽ പാടി അനുഗ്രഹപ്രദമായ ആരാധന നടത്തിയ ആ സാഹചര്യത്തെ ഞാൻ ഓർത്തുകൊള്ളു. അന്യമായിട്ടൊന്നുമില്ല, അന്യതാ സൃഷ്ടിയുമില്ല, അന്യമെന്നു നിനയ്ക്കുകിൽ അജ്ഞത തന്നെ. നമ്മൾ ഈ മതവും ജാതിയും മനുഷ്യരും എല്ലാം അന്യമെന്ന് നനയ്ക്കുന്നത് അജ്ഞതയാകുന്നു. ഈ പ്രകൃതിയും പ്രകൃതിയിലെ ചരാചരങ്ങളും നമ്മളും എല്ലാം ഓരോ കൂടിനുള്ളിൽ നമ്മളെ എല്ലാം നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും അന്യമല്ല. ഇനിയും ശ്രീ ശുഭാനന്ദ ഗുരുദേവനും ശ്രീ നാരായണ ഗുരുദേവനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പങ്കുവെച്ചു കൊള്ളട്ടെ. ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ തൻ്റെ ബൈലോയിൽ പോലും തൻ്റെ ആത്മീയ ഗുരു ശ്രീ നാരായണ ഗുരുദേവനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്നതാണ്. അതായത് ഗുരുവില്ലാതെ അറിവില്ല, അറിവാണ് ഗുരു, അതാണ് ഈശ്വരൻ.
അപ്പോൾ ഗുരുവില്ലാതെ ഒന്നുമില്ല. താൻ തപസ്സിന് ശേഷം മലയിറങ്ങി വന്നപ്പോൾ ജാതിയെ കൊടുമ്പിരിക്കൊണ്ട സമയത്ത് തനിക്ക് ഉൾവെളിച്ചമായി വന്ന അറിവുകളെ പകരുവാൻ ഒരു ഇടമില്ലാത്ത സമയത്ത്, അതിനുപരി അനുവദിക്കാത്ത സമയത്ത്, തൻ്റെ ജീവിതത്തിനും ജീവനും ഹാനിയാവുന്ന ആ ഒരു സന്ദർഭത്തിൽ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളെ അഭയം കൊടുത്ത് ആ ആദർശത്തെ ഈ ഭൂമിയിൽ വെളിച്ചമായി കൊണ്ടുവരുവാൻ താങ്ങും തണലുമായി നിന്ന ഗുരുനാഥനാണ് ശ്രീനാരായണ ഗുരു. അവർ തമ്മിലുള്ള ആത്മബന്ധം നമ്മൾക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ശ്രീകൃഷ്ണ ഭഗവാന് സന്ദീപിനി മഹർഷി പുകലിയും ശ്രീ യേശു ഭഗവാന് യോഹന്നാൻ സ്നാപകൻ എന്ന പോലെയും ആണ് ശ്രീ ശുഭാനന്ദ ഗുരുദേവന് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിച്ചുവെങ്കിൽ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ആ ജാതിക്കോട്ടകളെല്ലാം തകർത്തുകൊണ്ട് ഒരു ആദർശത്തെ ഈ ഭൂമിയിൽ സ്ഥാപിച്ചെടുത്തു. അങ്ങനെ മതങ്ങൾക്കതീതമായും ജാതിക്കതീതമായും നിറഞ്ഞിരിക്കുന്ന ആ ആത്മബോധം ഈ ഭൂമിയിൽ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ചു. താൻ തന്നെത്താനെ അറിയണമെന്നും താൻ തന്നിലുള്ള ദൈവത്തെ അന്വേഷിക്കണമെന്നുമാണ് ഗുരുദേവൻ അരുളി ചെയ്തിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ, ശ്രീ യേശു, ശ്രീബുദ്ധൻ, ശ്രീയല്ല എന്ന് ഓരോ യുഗത്തിലും താൻ തന്നെ പേരെടുക്കുമെന്നും അത് അവസാനം അവിടെ തന്നെ ലയിക്കുമെന്നും ആ ലയിക്കുന്നതിന് വേണ്ടി ഉള്ള വഴികളുമാണ് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ അന്ത്യയുഗത്തിലെ സമ്പൂർണ്ണ മോക്ഷത്തിനായി ഉള്ള ആചാര അനുഷ്ഠാനങ്ങളും അതിലേക്ക് നിലകൊള്ളുന്ന ആദർശാശ്രമവും ഗുരുദേവൻ വിഭാവനം ചെയ്തിരിക്കുന്നു. ക്രേതയിൽ തപസ്സും ത്രേതയിൽ യാഗവും ദ്വാപരയിൽ പൂജയും കലിയുഗത്തിൽ നാമസങ്കീർത്തനം, നാമം ചങ്ക കീർത്തനം, അതായത് ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ സ്തുതിക്കുന്ന അവസ്ഥയാണ് കലിയുഗത്തിൽ. കലിയുഗ മോക്ഷം നാമസങ്കീർത്തനവും അതിലേക്ക് എല്ലാ യുഗങ്ങളിലും അരുൾ ചെയ്തതിനുപരി ചില വഴികൾ ആണ് ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ നമ്മളിലേക്ക് പകർന്നു തന്നെ നമുക്കുള്ളിലും ഈ ദൈവാവസ്ഥ നിലകൊള്ളുന്നെന്നും ചില വഴികളിലൂടെ ജീവിച്ചാൽ നമ്മൾ എല്ലാവരും തന്നെ ഈശ്വര തുല്യരാകുന്നെന്നും ഈശ്വരനാണെന്നും അതാണ് ഈശ്വരൻ്റെ മോക്ഷാവസ്ഥയെന്നും ഈശ്വരന് പോലും മോക്ഷം വേണമെന്നുമാണ് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ അരുളി ചെയ്തിരിക്കുന്നത്. സഭ തൻ്റെ മണവാളൻ സഭയ്ക്കു തൻ മണവാട്ടി അനുരാഗരഞ്ജനയിൽ രമിച്ചിടുന്നു. ഈ സഭയിൽ അതുമല്ലെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ അന്യമായിട്ടൊന്നുമില്ല. ശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ പറഞ്ഞുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മാത്രമല്ല ലോകജനതയ്ക്ക് വേണ്ടി ഉള്ളതായതുകൊണ്ട് മാത്രമാണ് അടിയൻ കുറേശ്ശെ ആയിട്ട് അറിയുന്ന രീതിയിൽ പുറത്തേക്ക് പറയുവാൻ ശ്രമിക്കുന്നത്. അടങ്ങുകിൽ ഇനി ഞങ്ങൾ അടിയുറപ്പിച്ചിരീനെ പുലർത്തും ഭൂവിൽ. എല്ലാവർക്കും വേണ്ടി, ഇതെല്ലാവർക്കും വേണ്ടിയുള്ള അറിവുകളാണ്. അത് പകരുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരത്തെ ഞാൻ അറിയിച്ചു. നന്ദി, നമസ്കാരം.